നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കഠിനംകുളത്ത് വീട്ടമ്മയെ കൊന്ന പ്രതി പിടിയിൽ. ജോൺസൺ പിടിയിലായത് കൊല്ലം ചിങ്ങവനത്ത് നിന്ന്. ചേന്നമംഗലം കൂട്ടക്കൊലക്കേസ് പ്രതിയുടെ വീട്ടിൽ തെളിവെടുപ്പ്. ഋതുവിന് മാനസികാസ്വാസ്ഥ്യമില്ലെന്ന് ഡിവൈഎസ്പി. നെയ്യാറ്റിൻകരയിൽ ദമ്പതികൾ മരിച്ച നിലയിൽ. ദൌത്യസംഘത്തിന് പിടികൊടുക്കാതെ അതിരപ്പിള്ളിയിലെ കാട്ടാന. 2ാം ദിവസത്തെ തെരച്ചിലും അവസാനിപ്പിച്ചു. മലപ്പുറത്ത് കിണറ്റിൽ വീണ ആനയെ കരയ്ക്ക് കയറ്റാൻ വനംവകുപ്പ്. ആനയെ ഉൾക്കാട്ടിൽ തുറന്നുവിടുമെന്ന് ഉറപ്പുവേണമെന്ന് നാട്ടുകാർ. വില കുറഞ്ഞ PPE കിറ്റ് വേണ്ടെന്ന് വെച്ചത് ആവശ്യത്തിന് കിറ്റുകൾ എത്തിക്കാത്തതിനാലെന്ന് ആരോഗ്യമന്ത്രി. വാദം തെറ്റെന്ന് VD സതീശൻ. പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി. മുൻഗണന നൽകിയത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനെന്നും മുഖ്യന്റെ പ്രതിരോധം. ബ്രൂവറി കൊണ്ട് ജലദൗർലഭ്യമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി. അനുവദിച്ചത് സുതാര്യമായി. വെള്ളത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം സർക്കാർ സൃഷ്ടിക്കില്ല. അവിടെയുള്ള കൃഷിക്കാരുടെ, കുടിവെള്ളം വേണ്ടവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ നടപടി നടപ്പാക്കുക. സഭയിൽ സർക്കാർ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു പിണറായി. അഴിമതി തന്നെയെന്ന് ആവർത്തിച്ച് രമേശ് ചെന്നിത്തല. സുധാകരൻ സതീശൻ പോരിൽ UDF-ൽ അമർഷം. KPCC നേതൃത്വത്തിലെ ഭിന്നത മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് കക്ഷികൾ. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണണമെന്ന് ആവശ്യം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സെയ്ഫ് അലി ഖാനെ പരിഹസിച്ച് മഹാരാഷ്ട്ര മന്ത്രി. സെയ്ഫിനെ പോലുള്ള മാലിന്യങ്ങളെ എടുത്തു മാറ്റണമെന്ന് നിതേഷ് റാണെ. അനുകൂലിച്ചും പ്രതികൂലിച്ചും നേതാക്കൾ. പ്രതികരിക്കാതെ സെയ്ഫ്. വാർത്തയിലേക്ക് വിശദമായി. കഠിനംകുളം കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. കോട്ടയത്ത് നിന്നാണ് ജോൺസൺ പിടിയിലായത്. അവശനിലയിലായിരുന്നു പ്രതി. ഇയാൾ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നാണ് കരുതുന്നത്. പ്രതിയുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. VV വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. വിനോദ്, കോട്ടയം ചിങ്ങവനത്ത് നിന്നാണ് പ്രതി പിടിയിലായിരിക്കുന്നതെന്ന് അറിയുന്നു. ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? കൊലപാതകത്തിന് ശേഷം പ്രതി കോട്ടയത്തേക്കാണ് കടന്നത്. ഇക്കാര്യം പോലീസിന് രഹസ്യ വിവരമായി ലഭിച്ചു. അവിടെ ഒരു വീട്ടിൽ ഹോം നഴ്സായി പ്രവേശിച്ചു എന്ന വിവരമാണ് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം, കോട്ടയത്തു നിന്നുള്ള പോലീസ് സംഘം ആ വീട്ടിലെത്തിയെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് സമീപത്തെ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് കൂടി പ്രതി നടന്നു പോകുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഈ സമയം വിഷം കഴിച്ചിട്ടുണ്ടെന്ന കാര്യം വെളിപ്പെടുത്തി. ആദ്യം ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. ഇപ്പോൾ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള സംഘം കോട്ടയത്തേക്ക് പോയിട്ടുണ്ട്. നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ശേഷം ട്രെയിനിൽ കോട്ടയത്തേക്ക് എത്തി എന്ന ഒരു സൂചനയാണ്. പ്രതി കുറ്റസമ്മതം നടത്തിയതായ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ആയിരുന്നു ഈ കൊലപാതകം. പൂജാരിയായ ഭർത്താവ് ക്ഷേത്രത്തിലേക്കും 2ാം ക്ലാസ്സുകാരൻ മകൻ 8:30 മണിയോടുകൂടി സ്കൂളിലേക്കും പോയ ശേഷമാണ് ഈ കൊലപാതകം നടന്നത്. 1 വർഷമായി ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള പരിചയമാണ്. 3 പേർ ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഈ പ്രതിയും അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട യുവതിയുടെ സുഹൃത്തായ മറ്റൊരു വനിതയും. എന്നാൽ ഈ പ്രതിയുടെ പെരുമാറ്റത്തിൽ ആദ്യം തന്നെ അസ്വാഭാവികത തോന്നിയ ഈ സുഹൃത്ത് ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവായിരുന്നു. എന്നാൽ ആതിര ആ ഗ്രൂപ്പിൽ തുടരുകയും ജോൺസണുമായുള്ള സൗഹൃദം നിലനിർത്തുകയും ചെയ്തു. ഇതാണ് പിന്നീട് വഴിവിട്ട ബന്ധത്തിലേക്ക് പോയത്. ഇരുവരും പലയിടങ്ങളിലായി ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. സ്വകാര്യ നിമിഷങ്ങളിൽ പകർത്തിയ ദൃശ്യങ്ങൾ കാണിച്ച് യുവതിയിൽ നിന്ന് പണം തട്ടുകയും പിന്നീട് ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് ഒപ്പം ചെല്ലണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത് നിരസിച്ചതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് കരുതുന്നത്. രേണുക. ശരി, VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നാടിനടുക്കിയ കൊലപാതകത്തിൽ പ്രതി പിടിയിലായിരിക്കുകയാണ്. ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നതിന്റെ വിവരങ്ങളാണ് ലഭിക്കുന്നത്.
ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിൽ പ്രതി ഋതു ജയനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇന്ന് പുലർച്ചെയാണ് തെളിവെടുപ്പ് നടത്തിയത്. ആക്രമിക്കപ്പെട്ട് ചികിത്സയിലുള്ള ജിതിൻ ബോസ് രക്ഷപ്പെട്ടതിൽ നിരാശയെന്നാണ് പ്രതി ഋതു ജയന്റെ പ്രതികരണം. ഋതുവിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള മുൻപ് ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത്. 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് നീക്കം. പ്രതിക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങളില്ലെന്ന് ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പ്രതികരിച്ചു. അതേസമയം ലഹരിക്ക് അടിമയായതുകൊണ്ട് നേരത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടിയിരുന്നെന്നും പോലീസ് വ്യക്തമാക്കി. പ്രത്യേകിച്ച് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടായിട്ട് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ലഹരിക്കുള്ള ചികിത്സ നേരത്തെ നൽകിയിട്ടുള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് ഒരു താൽക്കാലിക ചികിത്സയായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. അതിൽ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ആൾക്കില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഇരു കുടുംബങ്ങളും തമ്മിൽ 3 വർഷത്തിലധികമായി തർക്കം നിലനിൽക്കുന്നുണ്ട്. ആ കുടുംബത്തിലുള്ളവരോട് വിരോധമുള്ളതായി ഋതു സുഹൃത്തുക്കളോട് നേരത്തെ പറഞ്ഞതായും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചികിത്സയിലുള്ള ജിതിൻ ബോസിന്റെ ആരോഗ്യനില മെച്ചപ്പെടുമ്പോൾ മൊഴിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. മോട്ടീവ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇവർ തമ്മിൽ അയൽവാസികളായിട്ട് ഒരു 3 വർഷമായിട്ട് അവിടെ വിഷയങ്ങളുണ്ട്. ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇരുകക്ഷികളും നേരത്തെ പല സമയത്തും ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ശത്രുതയാണ്. അത് പലതരത്തിൽ ഇങ്ങനെ ഓരോ സമയത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് മനസ്സിലായിട്ടുള്ളത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ സംഭവമാണ് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഋതുവിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. തുടർന്ന് നാളെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കണമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിന് ദൃക്സാക്ഷികളായ കുട്ടികളുടെയും മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം ആക്രമിക്കപ്പെട്ട് ചികിത്സയിലുള്ള ജിതിൻ ബോസ് ജീവനോടെ രക്ഷപ്പെട്ടതിൽ നിരാശയാണ് തനിക്കെന്ന് പ്രതി ഋതു ജയൻ പ്രതികരിച്ചു. ജിതിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം മുഴുവൻ നടത്തിയത്. തലയ്ക്കടിച്ചതിനു പുറമെ കത്തികൊണ്ട് കുത്തിയത് മരണം ഉറപ്പിക്കാനാണെന്നും ഋതു പോലീസിനോട് പറഞ്ഞു. കുടുംബത്തിലെ എല്ലാവരുടെയും മരണം ഉറപ്പിക്കുന്നതിനായി ആവർത്തിച്ച് തലയിൽ അടിച്ചുവെന്നും കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുകയായിരുന്നു ഉദ്ദേശമെന്നും ഋതു മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 17-നാണ് നാടിനെ നടുക്കിയ കൊലപാതകം അരങ്ങേറിയത്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പാലിയവിളാകം കടവിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുട്ടട അറപ്പുര സ്വദേശികളാണ് മരിച്ചത്. മകൻ മരിച്ചതിലെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം. ഇന്ന് രാവിലെയാണ് നെയ്യാറ്റിൻകര പാലിയംവിളാകം കടവിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരുടെയും കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ കാറും ചെരുപ്പടക്കമുള്ള വസ്തുക്കളും സമീപത്ത് കണ്ടെത്തി. മുട്ടറ അറപ്പുര സ്വദേശികളായ സ്നേഹദേവൻ, ശ്രീകല എന്നിവരാണ് മരിച്ചത്. ഇവരുടെ കാറിൽ നിന്നും കുറിപ്പും കണ്ടെടുത്തു. ദിവസങ്ങൾക്ക് മുൻപ് മകൻ മരിച്ചതായും ഇതിലുള്ള മനോവിഷമമാണ് മരണകാരണം എന്നുമാണ് കുറിപ്പിൽ. തങ്ങളുടെ സ്വത്തുക്കളെല്ലാം ട്രസ്റ്റ് രൂപീകരിച്ച് കൈമാറ്റം ചെയ്തതായും കുറിപ്പിൽ പറയുന്നു. 2 ജോഡി ചെരുപ്പുകൾ ആറ്റിൻ്റെ കരയിലുണ്ടായിരുന്നു. ഒരു സ്ത്രീയുടേതും ഒരു പുരുഷൻ്റെതും. ഒരു ഫ്രൂട്ടി വരുന്ന ഒരു കുപ്പിയും പകുതി ഉപയോഗിച്ച രീതിയിലുള്ള ഒരു കുപ്പിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഫയർഫോഴ്സ് എത്തി മൃതദേഹം എടുക്കുമ്പോൾ സ്ത്രീയുടെ കയ്യിൽ ഷോൾ വെച്ച് ബന്ധിച്ച മറ്റൊരു മൃതദേഹം കൂടെ, ഒരു പുരുഷൻ്റെ ഉള്ള മൃതദേഹം കൂടെ കാണുവാനായിട്ട് കഴിഞ്ഞു. 2 മൃതദേഹങ്ങളും പുറത്തെടുത്തു. 52 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷൻ്റെയും അതുപോലെ തന്നെ ഒരു 45 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെയും മൃതദേഹങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഹൈദരാബാദിൽ ഭാര്യയെ വെട്ടി കഷ്ണങ്ങളാക്കി ശരീരഭാഗങ്ങൾ കുക്കറിൽ വേവിച്ചെന്ന് ഭർത്താവിന്റെ കുറ്റസമ്മതം. മുൻ സൈനികനായ ഗുരുമൂർത്തിയാണ് ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 35-കാരിയായ വെങ്കട്ടമാധവിയാണ് കൊല്ലപ്പെട്ടത്. കേട്ടാൽ അറയ്ക്കുന്നതും മനസ്സ് മരവിപ്പിക്കുന്നതുമായ അതിക്രൂര കൊലപാതകം ആന്ധ്രയിലെ പ്രകാശം സ്വദേശി ഗുരുമൂർത്തി ഭാര്യ വെങ്കിട്ട് മാധവിയോട് ചെയ്തത് സമാനതകളില്ലാത്ത ക്രൂരത. ജില്ലേലഗുഡയിൽ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ശുചിമുറിയിൽ ഭാര്യയെ വെട്ടിക്കൊന്നു. ശരീരം നുറുക്കി കഷ്ണങ്ങളാക്കി. പിന്നീട് എല്ലും മാംസവും വേർതിരിച്ചു. എന്നിട്ടും തീർന്നില്ല പക. വെട്ടി നുറുക്കിയ ശരീരഭാഗങ്ങൾ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചു. ശേഷം പാക്കറ്റുകളിലാക്കി മീർപെട്ട് കായലിലേക്ക് വലിച്ചെറിഞ്ഞു. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ക്രൂരതകൾ അക്കമിട്ട് നിരത്തി പ്രതിയുടെ കുറ്റസമ്മതം. 16-ാം തീയതിയാണ് വെങ്കിട്ട് മാധവിയെ കാണാനില്ലെന്ന് മാതാപിതാക്കളും ഒപ്പം ഗുരുമൂർത്തിയും മീർപെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അന്വേഷണ ഘട്ടത്തിൽ തന്നെ ഗുരുമൂർത്തിയെ പോലീസിന് സംശയമുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. 13 വർഷം മുൻപാണ് ഇരുവരും വിവാഹിതരാകുന്നത്. 2 മക്കളുമുണ്ട്. മുൻ സൈനികനായ ഗുരുമൂർത്തി നിലവിൽ കാഞ്ചൻബാഗിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരികയാണ്. തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് പോലീസ്.
ന്യൂസ് 18 ഹൈദരാബാദ്. അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്താനുള്ള 2ാം ദിവസത്തെ തെരച്ചിലും അവസാനിപ്പിച്ചു. ദൌത്യസേനാംഗങ്ങൾ പല സംഘങ്ങളായി തിരിഞ്ഞ് അതിരാവിലെ മുതൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഇന്നും ആനയെ കണ്ടെത്താനായില്ല. മസ്തകത്തിൽ മുറിവേറ്റ ആന കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് അതിരപ്പള്ളി റബ്ബർ പ്ലാന്റേഷനിലൂടെ ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയത്. തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ച് പല മേഖലകളിലും തിരിഞ്ഞെങ്കിലും ആനയെ കണ്ടെത്താനായില്ല. അതിരപ്പള്ളി വനമേഖലകളിൽ പല സംഘങ്ങളായി തിരിഞ്ഞാണ് ദൌത്യസേനാംഗങ്ങൾ തെരച്ചിൽ നടത്തുന്നത്. റബ്ബർ പ്ലാന്റേഷൻ മേഖലയ്ക്കപ്പുറം എത്തിച്ചേരാൻ ദുഷ്കരമായ ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ്. ആനയെ ഇവിടെ കണ്ടെത്തിയാലും അവിടെ വെച്ച് മയക്കുവെടി വയ്ക്കാനോ ചികിത്സ നൽകാനോ കഴിയുകയില്ല. ആനയെ റബ്ബർ പ്ലാന്റേഷൻ മേഖലയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനാണ് ദൌത്യസംഘം ലക്ഷ്യമിടുന്നത്. എന്നാൽ അതിരാവിലെ തുടങ്ങിയ തെരച്ചിൽ ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. 4 ദിവസമാണ് ഡോക്ടർ അരുൺ സക്കറിയ ഈ ദൌത്യത്തിനായി അതിരപ്പള്ളിയിൽ ഉണ്ടാവുക. ആനയുടെ മസ്തകത്തിലെ മുറിവ് പഴുത്ത് പുഴുവരിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്നാണ് വനപാലകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തര ചികിത്സ നൽകി ആനയുടെ ജീവൻ രക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ തുടർച്ചയായി 2ാം ദിവസവും ആനയെ കണ്ടെത്താൻ കഴിയാത്തത് ദൌത്യസംഘത്തിന് പ്രതിസന്ധിയാവുകയാണ്. ന്യൂസ് 18 തൃശൂർ. മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ ജനവാസ കേന്ദ്രത്തിലെ കൃഷിയിടത്തിൽ വീണ ആനയെ പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണ്. കൃഷിയിടങ്ങളിൽ പതിവായി നാശം വിതയ്ക്കുന്ന ആനയെ ഉൾക്കാട്ടിലേക്ക് അയക്കുമെന്ന് ഉറപ്പു നൽകിയാലേ രക്ഷാപ്രവർത്തനം അനുവദിക്കൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ. ഇവരെ അനുനയിപ്പിക്കാൻ സബ് കളക്ടറുടെയും ഡിഎഫ്ഒയുടെയും നേതൃത്വത്തിൽ ചർച്ച നടക്കുകയാണ്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, നാട്ടുകാർ എതിർപ്പ് തുടരുകയാണോ? ഏത് തരത്തിൽ അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്? ഇന്നിനിപ്പോൾ നാട്ടുകാർ അനുനയത്തിൽ ഈ ആനയെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അനുവദിച്ചാലും ഇനി അത് നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് രേണുക, അങ്ങേയറ്റം അസാധാരണമായ സാഹചര്യം തന്നെയാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. കാരണം ഇന്നലെ പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചെ 1 മണിക്ക് ഈ കിണറ്റിൽ വീണ ആനയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. വീഴ്ചയിൽ നല്ല ആഘാതം ആനയ്ക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് നേരത്തെ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ഒപ്പം മണിക്കൂറുകളായി കഷ്ടിച്ച് നിന്നും തിരിയാനിടം മാത്രമുള്ള ഈ ചെറിയ കുഴിയിലാണ് ആന കിടക്കുന്നത്. 2 കാലുകൾ താഴെ ആഴ്ത്തി മുന്നോട്ട് കുതിക്കാൻ പലപ്പോഴും ആന ശ്രമിക്കുന്നുവെങ്കിലും അത് പരാജയപ്പെടുകയാണ്. ഒപ്പം ആനയുടെ ചലനങ്ങൾക്കും വേഗത കുറഞ്ഞിരിക്കുന്നു. രാവിലെ ഉള്ള ഉശിരും മറ്റ് ശബ്ദവും ഒന്നും ഇപ്പോൾ ആനയിൽ നിന്ന് പുറത്തു വരുന്നില്ല. ഇപ്പോഴും ദുർബലമായി അത് പുറത്തേക്ക് ചാടാനുള്ള ശ്രമം നടത്തുകയാണ്. അത് ഈ കിണറിനോട് ചേർന്ന് തന്നെ ഒരു JCB ഉപയോഗിച്ച് മണ്ണ് മാന്തി ആ സ്ഥലം നിരപ്പാക്കിയ ശേഷം അതിലെ ആനയെ പുറത്തേക്ക് കടത്തിവിടുക എന്ന ഒരു രീതിയിലുള്ള പദ്ധതിയാണ് വനംവകുപ്പ് ആസൂത്രണം ചെയ്തത്. എന്നാൽ അത്തരത്തിൽ ഈ JCB കൊണ്ടുവന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും നടത്താൻ, അല്ലെങ്കിൽ ഈ മണ്ണ് മാറ്റാൻ പോലും അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നത്. നിരവധി നാളുകളായി ആനകൾ വലിയ ശല്യം ഈ പ്രദേശത്തുണ്ടാക്കുന്നു. അതുകൊണ്ട് ഈ ഒറ്റതിരിഞ്ഞ് പലപ്പോഴും എത്തിയ ആന കൂടിയാണ്. ഈ ആനയെ പിടികൂടി ദൂരെ ഉൾക്കാട്ടിലേക്ക് അയക്കാം എന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് അനുവദിക്കൂ എന്ന ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആനയെ ഇവിടെ നിന്നും പിടിച്ച് കാട്ടിലേക്ക് അയച്ച ശേഷം കുങ്കിയാനകളെ വനാതിർത്തിയിൽ നിർത്താം. ഒപ്പം വനപാലകരെയും ഈ ആനയെ നിരീക്ഷിക്കാൻ നിയോഗിക്കാം. അതിനുശേഷം നാളെയോ മറ്റോ മയക്കോടി വെച്ച് പിടികൂടി ഉൾക്കാട്ടിലേക്ക് അയക്കാമെന്നാണ് പറയുന്നത്. കാരണം ആനയുടെ ആരോഗ്യനില മോശമാണ്. ഈ വലിയ വീഴ്ചയാണ് കുഴിക്കുള്ളിലേക്ക് വീണത്. ഒപ്പം രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ ഈ കുഴിക്കുള്ളിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആനയെ ഈ വെള്ളത്തിനുള്ളിൽ വെച്ച് മയക്കോടി വെക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ നിരപ്പുണ്ടാക്കിയ ശേഷം പുറത്തേക്ക് വെച്ചാൽ അവിടെയും പെട്ടെന്ന് വെടിവെക്കാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. കാരണം ആന പ്രകോപിതരാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സമയോചിതമായി മാത്രമേ ഇക്കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നെങ്കിലും ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല. എന്തായാലും അസാധാരണ സാഹചര്യം എന്നാണ് അനീഷ് സൂചിപ്പിക്കുന്നത്. നാട്ടുകാരെ അനുനയിപ്പിച്ച് ആനയെ രക്ഷിക്കാനുള്ള നടപടികൾ തുടങ്ങാൻ ശ്രമം നടത്തുകയാണ് ഉദ്യോഗസ്ഥർ. PPE കിറ്റ് അഴിമതിയുടെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ്. കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് പറഞ്ഞ കമ്പനിയെ അവഗണിച്ച് 2 ഇരട്ടി വിലയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് കിറ്റ് വാങ്ങിയതിൽ ദുരൂഹതയുണ്ടെന്ന് VD സതീശൻ സഭയിൽ ആരോപിച്ചു. ആവശ്യപ്പെട്ട കിറ്റുകൾ നൽകാൻ അനിത ടെക്സ്കോട്ടിന് സാധിക്കില്ലെന്ന് കണ്ടതോടെയാണ് സാൻഫാർമയിൽ നിന്ന് കിറ്റുകൾ വാങ്ങിയതെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. കോവിഡ് കാലത്ത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് സർക്കാർ മുൻഗണന നൽകിയതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും സഭയിൽ പറഞ്ഞു. കോവിഡ് വ്യാപനത്തിനിടെ 2020 ഓഗസ്റ്റ് 23-ന് അനിത ടെക്സ്കോട്ട് എന്ന കമ്പനിയിൽ നിന്ന് 550 രൂപ നിരക്കിൽ 25,000 കിറ്റ് വാങ്ങാനാണ് ആദ്യം സർക്കാർ പദ്ധതിയിട്ടത്. എന്നാൽ കമ്പനി വില കുറയ്ക്കുന്നില്ല എന്ന കാരണത്താൽ വാങ്ങുന്ന PPE കിറ്റുകളുടെ എണ്ണം കുറച്ചു. അതേ ദിവസം സാൻ ഫാർമയിൽ നിന്ന് 2 ഇരട്ടി വിലയ്ക്ക് 15,000 കിറ്റ് വാങ്ങാൻ തീരുമാനിച്ചെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. 550 രൂപ കുറയ്ക്കാൻ തയ്യാറാകാത്തതുകൊണ്ട്
വേറൊരു കമ്പനിക്ക് 1550 രൂപയ്ക്ക് മേടിക്കാൻ 1.5 മണിക്കൂർ കൊണ്ട് ഇന്റന്റ് കൊടുക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പർച്ചേസ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജീവൻ രക്ഷാ ഉപാധികൾ വാങ്ങാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല നിലനിന്നത്. ജനങ്ങളുടെ ജീവനാണ് സർക്കാർ മുൻഗണന നൽകിയതെന്നും മുഖ്യമന്ത്രി. 19 ദിവസം കഴിഞ്ഞിട്ടും 10,000 എണ്ണം മാത്രം സപ്ലൈ ചെയ്യാനേ അവർക്ക് സാധിച്ചുള്ളൂ. അതിനുശേഷം നിരവധി ഇമെയിൽ, ഫോൺ കോളുകൾ വഴി ഈ കമ്പനിയെ ബന്ധപ്പെട്ടുവെങ്കിലും അവർക്ക് ബാക്കി 50% അതേ വിലക്ക് വിതരണം ചെയ്യാൻ സാധിച്ചില്ല. ഈ ഘട്ടത്തിൽ സർക്കാരിന് PPE കിറ്റ് കിട്ടിയേ തീരൂ. ഓർഡർ ലഭിച്ച കമ്പനിക്ക് PPE കിറ്റ് സപ്ലൈ ചെയ്യാനുള്ള കഴിവില്ലെന്ന അവരുടെ പ്രവൃത്തിയിൽ നിന്ന് ബോധ്യപ്പെട്ടു. ഈ ഉത്തമ ബോധ്യത്തിലാണ് പ്രസ്തുത കമ്പനിയുമായുള്ള പർച്ചേസ് ഉത്തരവ് റദ്ദാക്കിയത്. ആരോഗ്യ പ്രവർത്തകർ കിറ്റുകൾ ലഭിക്കാതെ മരിച്ചു വീഴുന്നത് തടയാനായിരുന്നു സർക്കാരിന്റെ അടിയന്തര ഇടപെടലെന്ന് ആരോഗ്യമന്ത്രിയും സഭയിൽ വ്യക്തമാക്കി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ മഹാമാരി കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആഗോളതലത്തിൽ PPE കിറ്റിനും മറ്റും എല്ലാ സാമഗ്രികൾക്കും ദൗർലഭ്യം നേരിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയും PPE കിറ്റുകൾ അത് വാങ്ങണം, ഗ്ലൗസ് ഉൾപ്പെടെ വാങ്ങി അത് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. നിയമസഭയിൽ വെച്ച CAG റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയുള്ള പ്രതിപക്ഷ ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്രൂവറി വിവാദത്തിൽ പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മദ്യനയത്തിൽ പ്രഖ്യാപിച്ചത് പ്രകാരം തീർത്തും സുതാര്യമായാണ് ബ്രൂവറി അനുവദിക്കാൻ തീരുമാനിച്ചത്. വ്യവസായങ്ങൾക്ക് മത്സരാധിഷ്ഠിത ടെൻഡർ സാധ്യമല്ല. ഇനിയും ഇത്തരം വ്യവസായങ്ങൾക്ക് അനുമതി നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. രമേശ് ചെന്നിത്തല നിയമസഭയിൽ എഴുതി നൽകിയ അഴിമതി ആരോപണത്തിന് നയപ്രഖ്യാപനത്തിന് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ ബിയറോ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നിവയാണ്. അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഇതാണ് ഉദ്ധരണിയാണ് 2022-23 മദ്യനയത്തിന്റെ ആമുഖം. UDF സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് അനുവദിച്ച ഡിസ്റ്റിലറികൾക്കും ടെൻഡർ വിളിച്ചിരുന്നില്ല. ഈ വിഷയത്തിൽ മത്സരാധിഷ്ഠിതമായ കാര്യങ്ങളില്ല. അതിനാൽ തന്നെ ടെൻഡർ നടപടികൾ അപ്രസക്തമാണ്. ഇനിയും നിക്ഷേപകർ ഇതുപോലെ ഗുണപരമായ നിർദ്ദേശവുമായി വന്നാൽ സർക്കാർ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും. പ്രാഥമിക അനുമതിയാണ് ഇപ്പോൾ നൽകിയത്. ഈ ഘട്ടത്തിൽ പഞ്ചായത്തുമായി സംസാരിക്കേണ്ട കാര്യമില്ല. പ്രദേശവാസികളുടെ താല്പര്യം പരിഗണിക്കും. ജലചൂഷണമോ മാലിന്യം പുറന്തള്ളലോ ഉണ്ടാകില്ല. വെള്ളത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം സർക്കാർ സൃഷ്ടിക്കില്ല. അവിടെയുള്ള കൃഷിക്കാരുടെ, കുടിവെള്ളം വേണ്ടവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ നടപടി നടപ്പാക്കുക. ടെൻഡർ ഇല്ലാതെ അനുമതി നൽകിയതിൽ അഴിമതി തന്നെയെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. ഇത്രയും വലിയൊരു പദ്ധതി അവിടെ വരുമ്പോൾ ആരും അറിയാതെ ഒരു കമ്പനിയെ വിളിച്ചിട്ട് അവർക്കത് കൊടുക്കുന്നതിലുള്ള അപാകതയും അഴിമതിയും തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇത് വാസ്തവമല്ലെന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ? നാടിനാവശ്യമായ വ്യവസായമാണെന്നും എല്ലാവരും ഒപ്പം നിൽക്കണമെന്നും അഭ്യർത്ഥിച്ചാണ് മുഖ്യമന്ത്രി മറുപടി അവസാനിപ്പിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കേരളം വ്യവസായ നിക്ഷേപ സൗഹൃദമല്ലെന്ന ആക്ഷേപം മാറിയെന്നും അവകാശപ്പെട്ടു. 2028 വിഴിഞ്ഞം യാഥാർത്ഥ്യമാകും. കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ജനങ്ങളുടെ ചിന്താ മരവിപ്പ് 2016 ഇടത് സർക്കാർ അധികാരത്തിലേറിയത് മുതലാണ് മാറി തുടങ്ങിയതെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ മരണങ്ങൾ കൂടുന്നു എന്ന ആരോപണം ശരിയല്ലെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. കരുളായിയിൽ വനത്തിനുള്ളിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് പോലും സർക്കാർ സഹായം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. ജനതാൽപര്യം പരിഗണിച്ച് മാത്രമേ വനനിയമത്തിൽ മാറ്റം വരുത്തൂ. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ സംയുക്ത വാർത്താസമ്മേളനം ഒഴിവാക്കിയതിൽ നേതൃത്വത്തിനിടയിൽ അമർഷം പുകയുന്നു. കോൺഗ്രസ് തലപ്പത്തെ ഭിന്നത UDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന വിമർശനവുമായി ഘടകകക്ഷി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണണമെന്ന ആവശ്യം ഘടകകക്ഷി പ്രതിനിധികൾ UDF കൺവീനറെ അറിയിക്കും. രാഷ്ട്രീയകാര്യ സമിതിയിൽ AP അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ വിമർശനം KC വേണുഗോപാലിന്റെ മൗന അനുവാദത്തോടെയാണ് എന്നാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. KPCC ആസ്ഥാനത്ത് കഴിഞ്ഞ 19 നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് സംയുക്ത വാർത്താ സമ്മേളനം നടത്താനായിരുന്നു നേതൃത്വത്തിന്റെ നീക്കം.
കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കൊപ്പം KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നതോടെ പാർട്ടിയിൽ അത് ഐക്യത്തിന്റെ കാഹളമായി മാറുമെന്നായിരുന്നു വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഭവനിൽ പ്രസ് നോട്ട് ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്നതായാണ് വിവരം. എന്നാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്ന രൂക്ഷമായ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിൻവാങ്ങിയതെന്നാണ് സൂചന. AICC സെക്രട്ടറി PV മോഹനന് വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നതിനാലാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കിയതെന്നാണ് സുധാകരൻ പക്ഷത്തിന്റെ വാദം. സെലക്ടീവ് മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്ത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങണമെന്ന് VD സതീശൻ യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5000-ൽ താഴെ വോട്ടിന് UDF പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. ഇതിൽ വിയോജിപ്പറിയിച്ചാണ് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണ് VD സതീശന്റെ തന്ത്രങ്ങളെന്ന നിലപാടിലാണ് എതിർചേരി. അതേസമയം രാഷ്ട്രീയകാര്യ സമിതിയിൽ AP അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ രൂക്ഷ വിമർശനം KC വേണുഗോപാലിന്റെ മൗനാനുവാദത്തോടെയെന്നാണ് സൂചന. KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനോട് കൊമ്പ് കോർത്തിട്ടും മുതിർന്ന നേതാക്കളടക്കം സതീശനെ പ്രതിരോധിക്കാതിരുന്നത് മാറുന്ന സമവാക്യങ്ങളുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. അനുകൂല രാഷ്ട്രീയ സാഹചര്യം തമ്മിലടിച്ച് നശിപ്പിക്കരുതെന്ന വിമർശനവുമായി ഘടകകക്ഷി നേതാക്കളും UDF നേതൃത്വത്തെ സമീപിക്കാനൊരുങ്ങുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്തു. പുത്തൂർ വയൽ AR ക്യാമ്പിലായിരുന്നു ബത്തേരി DYSP അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ. വിജയന്റെ കത്തുകളിലെ പരാമർശവുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ CPM പ്രവർത്തകർക്ക് ജാമ്യം. മൂവാറ്റുപുഴ കോടതിയാണ് ജാമ്യം നൽകിയത്. 6 മുതൽ 9 വരെ പ്രതികൾക്കാണ് ജാമ്യം ലഭിച്ചത്. കേസിൽ CPM ഏരിയ സെക്രട്ടറി PB രതീഷ് അടക്കം 5 CPM നേതാക്കൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഏരിയ കമ്മിറ്റി അംഗം സണ്ണി കുര്യാക്കോസ് കബളിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കൌൺസിലർ കലാരാജു പാർട്ടി നേതൃത്വത്തിന് നൽകിയ കത്ത് പുറത്തുവന്നു. കടബാധ്യത തീർത്തു തരാനെന്ന പേരിൽ നിർബന്ധപൂർവ്വം സ്ഥലം വിൽപ്പന നടത്തി. ഇതുവഴി ഏരിയ കമ്മിറ്റി അംഗമായ സണ്ണി വൻ സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്നും പരാതിയിൽ പറയുന്നു. 2024 സെപ്റ്റംബറിലാണ് പരാതി നൽകിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. വീണ്ടും വിവാദ പരാമർശവുമായി മഹാരാഷ്ട്ര മന്ത്രി നിതേഷ് റാണെ. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെതിരായ ആക്രമണത്തിൽ സംശയം പ്രകടിപ്പിച്ച റാണെ ഖാൻമാർക്ക് പരിക്കേൽക്കുമ്പോൾ എല്ലാവരും ചർച്ചയാക്കുമെന്നും ഹിന്ദു കലാകാരന്മാരെ ആരും കാണില്ലെന്നും പറഞ്ഞു. സെയ്ഫ് അലി ഖാന് യഥാർത്ഥത്തിൽ കുത്തേറ്റതാണോ അതോ അഭിനയിക്കുന്നതാണോ എന്നായിരുന്നു നിതേഷ് റാണയുടെ സംശയം. സെയ്ഫിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതികരണങ്ങളെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഏതെങ്കിലും ഖാൻമാർക്ക് പരിക്കേൽക്കുമ്പോൾ എല്ലാവരും ചർച്ചയാക്കും, പക്ഷേ ഹിന്ദു കലാകാരന്മാർക്ക് എന്തെങ്കിലും പറ്റിയാൽ ആരെയും കാണില്ലെന്നും റാണെ പറഞ്ഞു. पण कुठल्या हिंदू कलाकारावर कुठल्या त्या सुशांत सिंग राजपूतवर काय झालं तो तुझ्या मुंबराच्या जितोवर नाही आला बिळाच्या बाहेर. ही तुमच्या बारामतीची ताई नाही आली तेव्हा बाहेर. तिला बरोबर सैफ अली खानचीच चिंता आहे, शाहरुख खानच्या मुलाचीच चिंता आहे, नवाब मलिकचीच चिंता आहे. कधी कुठल्या हिंदू कलाकाराची चिंता करताना ऐकले? या गोष्टीवर तुम्ही लक्ष घाला. വീട്ടിൽ വെച്ച് കുത്തേറ്റതിന് പിന്നാലെ സെയ്ഫ് അലി ഖാനെ മുംബൈ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 5 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ചൊവ്വാഴ്ചയാണ് താരത്തെ ഡിസ്ചാർജ് ചെയ്തത്. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് നടന്നെത്തുന്ന സെയ്ഫിന്റെ ദൃശ്യങ്ങൾ വൈറലായതിന് പിന്നാലെയായിരുന്നു റാണയുടെ വിവാദ പരാമർശം. ഷാരൂഖ് ഖാന്റെ മകൻ സെയ്ഫ് അലി ഖാൻ എന്നിവരെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർ ആരെങ്കിലും ഹിന്ദു കലാകാരന്മാരെക്കുറിച്ച് വിഷമം പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് റാണെ ചോദിക്കുന്നു. അലന്തിയിലെ ഹിന്ദു മഹോത്സവ റാലിയിലായിരുന്നു വിവാദ പരാമർശം. കവലകളിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ ബംഗ്ലാദേശികൾ ഇപ്പോൾ വീടുകളിൽ കയറാൻ തുടങ്ങിയെന്ന് പറഞ്ഞ റാണെ
സെയ്ഫിനെ തട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചതെന്നും ഇതുപോലെയുള്ള മാലിന്യങ്ങളെ എടുത്തു മാറ്റേണ്ടതാണെന്നും പറഞ്ഞു. കേരളം മിനി പാകിസ്ഥാനാണെന്ന വിവാദ പരാമർശവും നേരത്തെ റാണെ നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കളായ രാഹുലും പ്രിയങ്കയും ജയിക്കാൻ കാരണം കേരളം മിനി പാകിസ്ഥാൻ ആയതുകൊണ്ടെന്നായിരുന്നു പരാമർശം. ഇതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. CPM സമ്മേളനത്തിന് സംഭാവന നൽകാത്തതിന് പമ്പുടമയോട് പ്രതികാര നടപടി. ഇന്ധന സംഭരണശാലയിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാൻ അനുവദിച്ചില്ലെന്ന് പ്രവാസിയായ പെട്രോൾ പമ്പുടമ. ന്യൂസ് 18 വാർത്ത നൽകിയതോടെ CPIM നേതാക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. ചേട്ടൻ ഇപ്പൊ ഡ്രൈവറിന്റെ ഞാൻ ഇപ്പൊ ഡ്രൈവറിന്റെ ഞാനൊരു 1000 രൂപ കൊടുത്തേക്കാം. 1000 രൂപയാണ് ഒരു വണ്ടി പാർട്ടിക്ക് ഡൊണേഷൻ കൊടുക്കാൻ. അതൊരു അവർക്ക് അനാഥപ്പുഴയ്ക്ക് മേടിച്ചു കൊടുക്കാറുന്നില്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ ഒന്നും ഉണ്ടാകുമ്പോല്ല. പാർട്ടിക്ക് ഞാൻ ചേട്ടന് ചിന്തിക്കാവുന്ന കൂടുതൽ ഡൊണേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് ചേട്ടാ. തിരുവനന്തപുരം കഠിനംകുളം പെട്രോൾ പമ്പുടമ അശ്വിന്റെ ലോറി ഇന്നലെ വൈകിട്ട് ഇന്ധനം നിറയ്ക്കാൻ എറണാകുളം വെല്ലിംഗ്ടൺ ഐലൻഡിലെ സംഭരണശാലയിലേക്ക് എത്തിയതാണ്. പാർട്ടി സമ്മേളനത്തിന് 10,000 രൂപ സംഭാവന നൽകാതെ ലോറി അകത്ത് പ്രവേശിപ്പിക്കില്ലെന്ന് CITU നേതാവ് ബാബു ഭീഷണിപ്പെടുത്തി. താനും CPM പ്രവർത്തകനാണെന്നും പാർട്ടി അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും അശ്വിൻ അറിയിച്ചതോടെ 5,000 രൂപ പാർട്ടിക്ക് സംഭാവന നൽകണമെന്നായി ആവശ്യം. ഇത് നിരസിച്ചതോടെ ലോറി തടഞ്ഞു. പിന്നീട് AR റഹീം MP ഇടപെട്ടാണ് ലോറി വിട്ടു നൽകിയത്. ഇന്ന് രാവിലെ 7 മണിക്കെത്തിയ അശ്വിന്റെ തന്നെ മറ്റൊരു ലോറി വീണ്ടും ബാബു തടഞ്ഞു. പണം നൽകാതെ ലോറി വിട്ടു നൽകില്ലെന്ന് ഭീഷണിപ്പെടുത്തി. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തെത്തേണ്ട ലോറിയാണ് മണിക്കൂറുകളോളം പിടിച്ചിട്ടത്. ഈ ബാബു എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്ത് എന്റെ വണ്ടി മാറ്റിയിരിക്കാൻ അവിടെ പറ്റുമോന്ന് എനിക്കറിയാം. അയാൾ പറഞ്ഞതിന്റെ പേരിൽ എന്റെ വണ്ടി ഇപ്പോഴും മാറ്റിയിരിക്കുക. അവിടെ ഇന്നും മറ്റൊരു പമ്പിന് ലോഡുള്ളതാണ്. അവർക്ക് സാധനം കിട്ടാത്തതുകൊണ്ട് അവരുടെ പമ്പ് ഇന്ന് ഉച്ചയ്ക്ക് ഡ്രൈ ആവും. അപ്പൊ ഈ ബാബു എന്ന് പറഞ്ഞ ആള് ഒന്നിച്ച് എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും. ആ പമ്പ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും ബാബുവിന്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് CPM നേതാക്കൾ ഇടപെട്ടു. ലോറി ഇന്ധനം നിറയ്ക്കാൻ വിട്ടു നൽകണമെന്ന് നിർദ്ദേശം നൽകി. മാധ്യമങ്ങൾ എത്തിയതറിഞ്ഞ CITU നേതാവ് ബാബു ഓഫീസിൽ നിന്നും മുങ്ങി. 1 മണിയോടെയാണ് ഇന്ധനം നിറച്ച ലോറി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. ന്യൂസ് 18 കൊച്ചി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,505 രൂപ, പവന് 60,040 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,205 രൂപ, പവന് 49,640 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. സുവി വിശ്വനാഥൻ ചേരും.